ഇന്ന് പെസഹ വ്യാഴാഴ്ച. ലോകത്തിലുള്ള എല്ലാ നാമധേയ ക്രിസ്ത്യാനികളും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് പെസഹ വ്യാഴാഴ്ച. ഈ പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുന്നത് തെറ്റൊന്നുമല്ല. കാരണം അതിനെക്കുറിച്ചുള്ള ആധികാരികമായ ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഈ മെസ്സേജ് നിങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിക്കുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി പറയുന്നത്, അവർ ആഘോഷിക്കുന്നത് തെറ്റല്ല. പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ആഘോഷിക്കുന്നതാണ് തെറ്റ്. സത്യത്തെ കാണിക്കുന്നത് മനുഷ്യൻ അല്ല, പിതാവാണ്. പിതാവ് ആകർഷിക്കാതെ ഒരാൾക്കും പിതാവിന്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കില്ല. ഈ ദിവസങ്ങളിൽ ഒറ്റ വിശ്വാസിയായിരിക്കാം ഭവനത്തിലായിരിക്കുന്നത്. വളരെ ഭാരത്തോടുകൂടി ആയിരിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് അതിൽ ഇൻവോൾവ് ആകേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കാം. റെസ്റ്റ്ലെസ് ആകും, പാനിക് ആകും, വിഷമത്തിലൂടെ കടന്നു പോകും. ചില കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളാണ്. ഞാനും ഇതുപോലെയൊക്കെ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കിത് വളരെ അനുഗ്രഹമാകും. കുറെ ആഴത്തിൽ നമുക്ക് പോകാൻ ഇടയാകും. സത്യങ്ങൾ അറിയുമ്പോൾ അത് നമ്മെ സ്വതന്ത്രമാക്കും. ഗോഡ് ബ്ലെസ് യു. ആദ്യമായി പെസഹ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലാണ്. മെയിൻലി ഇത് കമാൻഡ് ചെയ്യുകയാണ് യേശു കർത്താവ്. ലാറ്റിൻ വേർഡിൽ നോക്കുമ്പോൾ MANDTUM, മാൻറ്റം എന്ന് പറഞ്ഞാൽ കമാൻഡ്. എന്താണ് യേശു കർത്താവ് അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ പോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്. ആ സ്നേഹത്തെ യേശു കർത്താവ് അവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. താൻ ദൈവമായിരിക്കെ താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അനേകരുടെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാനായി താൻ ഈ ഭൂമിയിലേക്ക് വന്ന ആ സ്നേഹം, പിതാവ് കോപിഷ്ഠനായിരിക്കുമ്പോൾ നമ്മളോട് കാണിച്ച സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർത്തേണ്ടതാണ് ഈ മാൻറ്റം എന്ന് പറയുന്ന ആ പെസഹ വ്യാഴാഴ്ച കൊണ്ട് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു സത്യമാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, സത്യം അറിഞ്ഞിട്ട് ചെയ്യുന്നതും സത്യം അറിയാതെ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഈ മോണ്ടി തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ, പെസഹ വ്യാഴം എന്ന് പറയുന്നത്? അന്ന് യേശു കർത്താവ് ഈ അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞത്, ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തവും എൻ്റെ ശരീരവുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരെല്ലാം പാപത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന് 51-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുമ്പോൾ, ആദമീയ പാപത്തിൽ നിന്ന് നമ്മളെ മടക്കിക്കൊണ്ടുവരുവാനായി ഏദൻ നഷ്ടപ്പെട്ടു പോയ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ അവർക്ക് ഒരു തോലുകൊണ്ട് വസ്ത്രം അവരെ ധരിപ്പിച്ചു എന്നാണ്, ഒരു യാഗമർപ്പിച്ച്. ആ യാഗമാണ് ഇന്ന് യേശു ക്രിസ്തു. ആ ക്രിസ്തു എന്ന സത്യത്തിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതിൻ്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി നമ്മളോടൊപ്പം അവൻ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ഒരു റിജോയ്സ്മെൻറ്റ് ഇനി സ്വർഗത്തിലാണ്. നമ്മളുമായിട്ടുള്ള റീയൂണിയൻ നടക്കുന്നത്. റാപ്ചറിന് ശേഷം 7 വർഷക്കാലം നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ വിവാഹം നടക്കും. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 11 പറയുന്നു, നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസികളും വിശ്വാസത്തിലേക്ക് പിതാവ് ആകർഷിച്ച് കടന്നു വരുമ്പോൾ ആ വചനത്തിലൂടെ പുതിയ സൃഷ്ടിയായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവരെല്ലാവരും അവൻ്റെ നിർമ്മല കന്യകകളായി മാറുന്നു. 5 കന്യകമാരെ പോലെ വിവേകത്തോടുകൂടി അവന് വേണ്ടി കാത്തിരിക്കുന്നവർ, സ്വർഗീയ ദർശനത്തിൽ അനുഭവിച്ചവർ, ആ സന്തോഷം അറിഞ്ഞവർ അവന് വേണ്ടി അവസാനം വരെയും കാത്തിരിക്കും. അവരെ തേടിയാണ് റാപ്ചർ സംഭവിക്കുന്നത്. ഇതാണ് യേശു കർത്താവ് ഈ മോണ്ടി തേഴ്സ്ഡേയിലൂടെ ജനത്തിനോട്, ശിഷ്യന്മാരോട് പറയുവാൻ ആഗ്രഹിച്ചത്. അടുത്തതായി നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്.
അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. യേശു കർത്താവ് ഇവിടെ ആഗ്രഹിച്ചത് തിരുവഴുത്ത് നിവൃത്തിയാകാൻ പോകുന്നുവെന്ന് യേശു കർത്താവിന് അറിയാമായിരുന്നു. ഇനിയുള്ള നിമിഷങ്ങളിൽ തന്നെ ക്രൂശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിനുള്ള പ്രോസസ്സാണ് ഇനി നടക്കാനിരിക്കുന്നത്. അവിടെ നമുക്ക് വ്യക്തമായി അറിയാം, യേശു കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ പോലും യേശു കർത്താവ് ആരാണെന്ന് താൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. കാരണം എല്ലാവരേക്കാളും ഒരുവനെ പോലെ യേശു കർത്താവായിരുന്നു. യേശു കർത്താവ് അവിടെ വ്യത്യസ്തനായിരുന്നില്ല. ഞാൻ സ്വർഗത്തിലെ ദൈവമാണെന്ന് വെച്ച് ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ വലിയവനാകാൻ കാണിച്ചില്ല. നമ്മളും ഇതുപോലെ തന്നെത്താൻ താഴ്ത്തുക. ദൈവം ആഗ്രഹിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഗമാല്യക്കാരനാണെങ്കിലും എല്ലാ സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ച ആ ജീവിതം എല്ലാം ചപ്പ് ചവറന്നിഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, അവൻ നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്യണം. ഈ പറയുന്ന കമ്മ്യൂണിയൻ തന്നെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ നാം ശിക്ഷാവിധിയിലാകപ്പെടും. അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടത്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. നമ്മൾ അവൻ്റെ ശരീരത്തെ വിവേചിക്കുമ്പോൾ അവൻ ചെയ്തതും അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവൻ നമുക്ക് വേണ്ടി വരാനിരിക്കുന്നതിനെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ അറിയുന്നുവോ എന്ന്. അതുകൊണ്ട് പെസഹ ഓർക്കുന്നത് ഒരു നഷ്ടമല്ല, പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഇറ്റ്സ് നോട്ട് എ ട്രഡീഷൻ. യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളിതെല്ലാം വർഷം വർഷം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇത് ഓരോ ദിവസവും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഒരു വർഷത്തിൽ നമ്മൾ ചെയ്തിട്ട് അങ്ങനെ മടങ്ങിപ്പോകുന്നതല്ല. ഇറ്റ്സ് നോട്ട് എ ട്രഡീഷൻ, ഇറ്റ്സ് നോട്ട് എ റിച്വൽസ്, ഇറ്റ്സ് നോട്ട് ഗ്യാദറിങ് ആൻഡ് ഈറ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് സ്ക്രിപ്ചർ. ഇതൊരിക്കലും ഒരു ട്രഡീഷൻ അല്ല. ഇത് നമ്മൾക്ക് ഷോ ഓഫ് ചെയ്യാനുള്ളതല്ല. എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസമായിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇതിനെ നമ്മൾ കുനിഞ്ഞിരിക്കുകയോ മൂടുപടമിട്ടിരിക്കുകയോ കരഞ്ഞുകൊണ്ട് വേദനിക്കുകയോ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ നാമധേയത്തിലിരിക്കുന്നവരൊക്കെയും ചെയ്യുന്നത് കർത്താവിൻ്റെ ദൗത്യത്തെ അറിയാത്തവർ, സ്ക്രിപ്ചറിനെ, കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ വചനത്തെ അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. ലാക്ക് ഓഫ് നോളജ് ഡെവിൽ വിൽ ഡിസ്ട്രോയ് യു. ഞാൻ പാതാളത്തെ ദർശനം കണ്ടിട്ടുള്ള ആളാണ്. പാതാളം 2000 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ളത്. കർത്താവിൻ്റെ ജീവവൃക്ഷത്തിൽ അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരും ആ ജീവവൃക്ഷത്തിൽ പങ്കാളികളാകുകയില്ല. അവരെ രണ്ടാമത്തെ മരണമാകുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ആ ഭാഗ്യം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും അണ്ടർസ്റ്റാൻഡിങ് ഹിസ് സ്ക്രിപ്ചർ, നമ്മൾ ഹ്യൂമിലിറ്റിയിലൂടെ കടന്നു വന്ന് യേശു കർത്താവിനെ സ്നേഹിക്കുക, ജനുവിനായി സ്നേഹിക്കുക. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ യേശു കർത്താവിനറിയാം പത്രോസ് തന്നെ തള്ളിക്കളയാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ പത്രോസ് തള്ളിക്കളയാൻ പോകും, 3 പ്രാവശ്യം തള്ളിക്കളയെന്നറിയാം. യൂദാസ് അന്ന് തന്നെ തള്ളിക്കളയെന്നറിയാം. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാലം ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തി വരേണ്ടതിന്, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനെ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ യേശു കർത്താവിനെ സ്വീകരിക്കണം. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോൾ യൂദാസുമുണ്ട്, യേശു കർത്താവുമുണ്ട്. ഈ ഭൂമിയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം ആദമിനോട് പറയുന്നതാണ്,
പിശാചിൻ്റെ സന്തതികളുമുണ്ട്, ദൈവത്തിൻ്റെ സന്തതികളുമുണ്ട്. രണ്ടും സന്തതികൾ തന്നെയാണ്. വ്യത്യാസമെന്ന് പറയുന്നത് ഒന്ന് ഈവിലിൻ്റെ മക്കളും ഒന്ന് ദൈവത്തിൻ്റെ മക്കളും. ആ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ മടങ്ങി വരും. നമ്മൾ ചോദിക്കും, ശിശുക്കൾ സ്വർഗരാജ്യത്തിൽ കടക്കുമോ എന്ന്. യേശു കർത്താവ് ഏതു വയസ്സിൽ ശിശുവായിരുന്നപ്പോഴാണ് പിതാവിനെ കൂടുതൽ സ്നേഹിച്ച് പേരൻസിനെ പോലും മറന്ന് അവൻ തിരുമൊഴികളെ കേൾക്കുവാനായി ആലയത്തിൽ പോയിരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും ഈ ദിവസങ്ങളിൽ മോണ്ടി തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും വളരെ വിശ്വത്തോടു കൂടിയായിരിക്കും. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഭവനത്തിൽ നമ്മൾ റിജക്റ്റഡ് ആകും, ഒറ്റപ്പെടും. മറ്റുള്ളവരോട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. ഈവൻ ദോ യേശു കർത്താവ് തന്നെയാണെങ്കിലും അവൻ്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിട്ട് പോലും അവർക്ക് പോലും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പത്രോസ് പിന്മാറ്റത്തിലേക്ക് പോയത്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ കാണുന്നു. അവനെ മടക്കിക്കൊണ്ടുവരുന്ന അവൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ കണ്ടതാണ്. 3000 പേരോളം സ്നാനപ്പെട്ടു, വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, വിശ്വാസം വർദ്ധിക്കുക. മറ്റുള്ളവരെ നോക്കി നിങ്ങളുടെ സമയം കളയാതെ നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. God has a great plan about you. It's all about intimacy with God. വെളിപ്പാട് പുസ്തകം തൊട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. മുഴുവൻ അധ്യായങ്ങളും വായിക്കുമ്പോഴും ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ സാൽവേഷൻ ആൻഡ് ക്രൈസ്റ്റ്. ആദമിലൂടെ ഹവ്വ എടുത്തതുപോലെ യേശു കർത്താവിലൂടെ സഭയെ പിതാവാം ദൈവം എടുക്കുന്നു. ഹല്ലേലൂയ. So God has a great plan about you. Never give up. You are chosen.